കയ്യാങ്കളിക്കും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച് നിയമസഭ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയ സംഭവങ്ങൾക്കാണ് സഭ വേദിയായത്. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ബാനർ ഉയർത്തി. പ്രതിഷേധം തുടർന്നോടെ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടും സഭ പിരിയുന്നത് അപൂർവ നടപടിയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയത്. ചോദ്യം നമ്പർ 2 ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമേഷ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ചോദ്യം നമ്പർ 1 ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ടി സിദ്ദിഖ് എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വി ഡി സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്തവൻ അതുകൊണ്ട് എന്റെ നിലവാരം അങ്ങ് വരണ്ട. LDF പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷത്തെ നേരിടാനുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇന്നിപ്പോൾ അതിനാടകീയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായത്. ഇതൊരു തുടക്കമാണ്. ചുരുങ്ങിയ ദിവസങ്ങളെ സഭ സമ്മേളിക്കുന്നുള്ളൂ എങ്കിലും ഈ സമ്മേളന കാലയളവാകെ ഇത്തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട് നിറയാനാണ് സാധ്യത. ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗം എങ്ങനെ പ്രതിപക്ഷത്തെ സഭയിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതിരോധിക്കാം എന്നതായിരിക്കുമല്ലോ ആലോചിക്കുന്നത്. UDFും ഇക്കാര്യത്തിൽ തന്ത്രങ്ങളോടെ ആയിരിക്കില്ലേ നാളെ സഭയിലെത്തുക? വിജയകുമാർ, സ്വാഭാവികമായും ഇരുപക്ഷത്തു നിന്നും കാര്യമായിട്ടുള്ള തന്ത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാളെ സഭയിലേക്ക് എത്തും മുൻപ് ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്യസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്ന് രാവിലെ പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്താനാണ്. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കുന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. PVക്ക് എന്തിന് PR എന്ന ബാനറടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തി. ഇതോടുകൂടി സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ വലിയ ബഹളമുണ്ടായി. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യമാണ് പ്രതിപക്ഷത്തെ വീണ്ടും ചൊടിപ്പിച്ചത്. ചോദ്യോത്തരവേള അവസാനിച്ച് അടിയന്തര ശൂന്യവേളയിലേക്ക് കടക്കുന്ന തൊട്ടു മുൻപ് പ്രതിപക്ഷം സഭയിൽ മടങ്ങിയെത്തി. ശൂന്യവേളയിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതോടെ പ്രതിപക്ഷം വീണ്ടും ഇക്കാര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. ഇതോടെ ഫ്ലോർ മാനേജ്മെന്റിൽ മാറ്റം വരുത്തി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. സ്പീക്കർ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചു എന്നാരോപിച്ച പ്രതിപക്ഷ ബഹളമുണ്ടായി. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷവും തയ്യാറായില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേരെത്തി. ബഹളത്തിനിടെ പ്രതിപക്ഷത്ത് നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്ക് എത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇരു കൂട്ടരും അവരുടെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത്, ഈ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചിട്ടും പ്രതിപക്ഷം പോയത് ഭയം കൊണ്ടാണ്. അടിയന്തര പ്രമേയത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന്റെ കാപട്യം തുറന്നു കാണിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ സർക്കാർ നിലപാട്. പ്രതിപക്ഷമാകട്ടെ സർക്കാർ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചു. സ്പീക്കർക്കെതിരെയും പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്നുണ്ട്.
യെസ്, ഇപ്പോൾ AKG സെൻട്രൽ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. നിയമസഭയിൽ അടുത്ത ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യും. പ്രതിപക്ഷത്തെ എങ്ങനെ നേരിടണം എന്നതടക്കം അതിനൊക്കെയുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യുകയാണ് യോഗം. UDFും ചില തീരുമാനങ്ങളോടെയായിരിക്കും നാളെ സഭയിലെത്തുക എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നാളെയും സമാന സാഹചര്യമായിരിക്കും സഭാ തലത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.